ഒരാൾ ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുക. യാത്ര പോകുമ്പോഴത്തേക്ക് വൈകുന്നേരം ചില്ലിയാകുമ്പോഴത്തേക്ക് ഒരു മറ്റേ ബാറിൽ പോയി. ബാറിൽ ചെന്ന് ഭയങ്കര ബഹളവും കോലാഹലവും, ഭയങ്കര ആക്റ്റീവ് ബാർ. അയാൾ ചെന്ന് അകത്തേക്ക് കയറി. അകത്തേക്ക് കയറിയപ്പോഴത്തേക്ക് കുറെ ആൾക്കാർ. ആക്റ്റീവ് ബാർ അതൊരു എനർജി ബാർ ആയിരുന്നു. എന്താണ് തീർന്നു ചളി ചോക്കല്ല, അടൽ ചോക്ക. അപ്പോൾ ഒരു മത്സരം നടക്കുമ്പോൾ അയാൾ ചെന്ന് കൗണ്ടറിലേക്ക് നോക്കിയപ്പോഴത്തേക്ക് കൗണ്ടറിൽ ഒരു വലിയ ജാർ നിറയെ 500 രൂപ നോട്ടിട്ടേക്കുന്നു. അപ്പൊ ഓരോരുത്തരും കൊണ്ടുവന്ന് ഓൾറെഡി തമാശയായി കൗണ്ടർ വന്നല്ലോ. നീ കൗണ്ടർ അടിക്കുന്നതല്ല ഇത്, ഞാൻ പറയുന്ന അടൽക്ക് നീ കേക്ക്. ഈ വലിയ ഒരു ജാറിനകത്ത് 500 നോട്ട് നിറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ സംഭവം? ഒരു മത്സരം നടക്കുന്നത് ഇവിടെ. മത്സരത്തിൽ പങ്കെടുക്കുന്ന 500 രൂപ എണ്ണം ജയിക്കുന്നവർക്കാണ് ഇത് മൊത്തം. ആരാദ്യം ജയിക്കുന്നവർക്ക് ഇത് മൊത്തം. അപ്പോൾ പുള്ളി നോക്കി എന്താ മത്സരം? അപ്പൊ മത്സരം എന്താന്ന് പറയണമെങ്കിൽ 500 രൂപ ഇടണമെന്ന് പറഞ്ഞു. പുള്ളിക്ക് ട്രാപ്പ് പോലെ തോന്നി. കുറെ ആൾക്കാർ ഇട്ടിട്ടുണ്ടെന്ന് മനസ്സിലായി. പുള്ളി അവസാനം ഇട്ടേക്ക് 500 അല്ലോ, 500 ഇട്ടു. ഇട്ട് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഇവിടുത്തെ ഏറ്റവും ഭയങ്കര ഭയങ്കര പെപ്പറിന്റെ ഫ്ലേവർ ഉള്ള റമ്മുണ്ട് ഒരു ബോട്ടിൽ, അത് ഒറ്റയ്ക്ക് കുടിക്കണം. അത്രേ ഉള്ളൂ. ഇല്ല, 3 ടാസ്ക് ഫിൽ ചെയ്യേണ്ടത്. ഇത് കുടിക്കണം. 2 ഒരു സൗണ്ട് കേൾക്കുന്നത് കേട്ടോ. പുള്ളി ശ്രദ്ധിച്ചപ്പോൾ ഒരു മുരൾച്ച കേൾക്കുന്നത് പുറത്തുനിന്ന്, ഒരു വലിയ മുരൾച്ച കേൾക്കുന്നത്. ഇത് ഇവിടുത്തെ ഒരു ബുൾഡോഗാണ്. അതിനെ വാങ്ങിച്ചിട്ട് 3 മാസമായി. പക്ഷെ ഇതുവരെ ആർക്കും മെരിക്കാൻ പറ്റില്ല. അത് ഇവരെ ഇണങ്ങുന്നില്ല ഇതുമായിട്ട്. അതിനെ മെരിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ പ്രശ്നം എന്ന് വെച്ചാൽ അതിന്റെ ഒരു അണപ്പലിന് ഒരു പ്രശ്നമുണ്ട്, കംപ്ലൈന്റ്. അത് എടുത്തു കളയാൻ ഡോക്ടറിനെ പോലും അടിപ്പിക്കുന്ന ചെന്നാൽ കടിച്ചു കീറുമോ. അപ്പൊ ആ വേദന കൊണ്ട് ഇത് വരില്ലെന്ന്. അപ്പൊ ഓൾറെഡി അത് ഈ മെരിങ്ങാത്ത സാധനം ഭയങ്കര വൈൽഡാണ്. അതിന്റെ ആ അണപ്പല് പറിക്കണം. അപ്പൊ കഴിഞ്ഞില്ല. ഒരെണ്ണൊരു ടാസ്ക് ഉണ്ട്. ഈ ബാറിന്റെ ഓണർ ഒരു 90 വയസ്സുള്ള സ്ത്രീയാണ്. പുള്ളിക്കാരി ഒരുപാട് വർഷമായിട്ട് കിടപ്പിലാണ്. പുള്ളിക്കാരിക്ക് ഇതുവരെ സെക്സ് കിട്ടിയിട്ടില്ല കുറെ വർഷങ്ങളായിട്ട്. അപ്പൊ പുള്ളിക്കാരിക്ക് ഓർഗാസം അറ്റൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം. ഇതാണ് 3 ടാസ്ക്. പുള്ളി മുമ്പ് നടക്കത്തില്ല. പുള്ളി വിട്ടേച്ച് പോയി. പുള്ളി പോയി കുടിക്കാൻ പോയി. അപ്പൊ എല്ലാവരും ഇതുപോലെ 500 ഇട്ടിട്ട് പറ്റിക്കപ്പെട്ട് മാറിയിരിക്കുക. പുള്ളി ഒരു 4 പേക്ക് അടിച്ച് കഴിഞ്ഞിട്ട് പുള്ളി മലയാളി ഓണായി. 4 പേക്ക് അടിച്ചപ്പോഴത്തേക്ക് ഇതൊക്കെ സിമ്പിൾ അല്ലേ. പുള്ളി എവിടെ നിങ്ങളുടെ പെപ്പർ ഫ്ലേവറുള്ള റമ്മ്? അപ്പൊ അയാൾ പെപ്പർ ഫ്ലേവറിൽ റമ്മ് കൊടുത്തു. ആ ബോട്ടിൽ അയാൾ ഒറ്റയടിക്ക് കുടിച്ചു. എരിഞ്ഞ് പണ്ടാരടങ്ങി പുള്ളി ഫുള്ള് കുടിച്ചിട്ട് ബോട്ടിൽ തിരിച്ചു. അപ്പോഴത്തേക്ക് ആൾക്കാർ ഓണായി. കാരണം ഇത് ആരും ചെയ്ത ടാസ്ക് ആയാലും ചെയ്തു. ആൾക്കാർ ചുറ്റും കൂടി അയാളെ കൈ വെച്ച് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ അയാൾ ചോദിച്ചു എവിടെ ബുൾഡോഗ്? അപ്പൊ പുറത്തേക്ക് കൈ കാണിച്ചു. അപ്പൊ ആൾക്കാർ പോരുത് പോകുന്നു. അയാൾ മാറ. അയാൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആൾക്കാർക്ക് പേടി അങ്ങോട്ട് പോകാൻ. ഭയങ്കര സൗണ്ട്, കടിപിടിയും ബഹളവും മൽപ്പിടുത്തത്തിന്റെ സൗണ്ട്. ആൾക്കാർ അയാളെ കൊന്നോന്ന് വിചാരിച്ചാൽ കുറച്ച് സമയം സൗണ്ട് കേൾക്കാതെ, തീരെ കേൾക്കാതെ, കുറച്ച് പട്ടിയുടെ ചെറിയ കുറുകൽ മാത്രമേ കേൾക്കുന്നുള്ളൂ. അയാൾ അവിടുന്ന് തിരിച്ചു വന്നു. ഭയങ്കര കരഘോഷം. അയാൾ ദേഹം മൊത്തം മുറിഞ്ഞിട്ടുണ്ട്. ഷർട്ടൊക്കെ കീറി ദേഹം മൊത്തം മുറിഞ്ഞിരിക്കുക. പക്ഷെ ആൾക്കാരെല്ലാം അപ്ലോസ് ചെയ്തു. കാരണം സെറ്റ്. അയാൾ ആ പട്ടിയെ മെരുക്കി. അയാൾ വന്നെങ്കിൽ ചോദിച്ചേ എവിടെ ആ പല്ല് വയ്യാത്ത വല്യമ്മ എവിടെയെന്ന്.